നമസ്കാരം. കേരളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുകയും വലിയ തോതിൽ വട്ടം ചുറ്റിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട മരണത്തിന് ഞെട്ടലിലാണ് ആലപ്പുഴ ജില്ല. കേവലം 4 മാസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഗർഭിണിയായ ഭാര്യ നാട്ടിലും ആ വിവരം അറിഞ്ഞ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് പാഞ്ഞെത്തിയ ഭർത്താവ് വഴിമധ്യേ ബംഗളൂരുവിലെ ലോഡ്ജ് മുറിയിലും ജീവനൊടുക്കിയ സംഭവത്തിൽ സർവത്ര ദുരൂഹതയാണ് നിഴലിക്കുന്നത്. എടുത്തുവ കൊടുപ്പുന്ന പുത്തൻവീട്ടിൽ PS സനുക്കുട്ടൻ 30 വയസ്സ്, ഭാര്യ മാവേലിക്കര ഉമ്പർനാട് പഴയതോപ്പിൽ ഹരീഷ്മ 27 വയസ്സ് എന്നിവരെയാണ് വെറും 2 ദിവസത്തെ വ്യത്യാസത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരസ്പരം ഏറെ സ്നേഹത്തോടെയും മറ്റുള്ളവർക്ക് മാതൃകയായി മുന്നോട്ടു പോയിരുന്ന ഈ ചെറുപ്പക്കാരെ പെട്ടെന്ന് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ച ഘടകം എന്താണ് എന്നതിനെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ മരണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാൻ കൃത്യവും വിശദവുമായ അന്വേഷണം വേണമെന്ന ആവശ്യം നാട്ടിൽ ശക്തമായിരിക്കുകയാണ്. ഏകദേശം 1 മാസം മുൻപാണ് സനുക്കുട്ടൻ തന്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദോഹയിലേക്ക് പോയത്. 3 മാസം ഗർഭിണിയായിരുന്ന ഹരീഷ്മയെ 2 ദിവസം മുൻപാണ് മാവേലിക്കരയിലെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുന്നത്. വീട്ടുകാർക്ക് വലിയ ആഘാതം സൃഷ്ടിച്ച ഈ വിയോഗ വാർത്ത ദോഹയിലായിരുന്ന സനുക്കുട്ടനെ മാനസികമായി പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. പ്രിയതമയുടെ അപ്രതീക്ഷിത മരണം താങ്ങാനാവാതെ സനുക്കുട്ടൻ ഉടൻ തന്നെ നാട്ടിലേക്ക് വരാനായി വിമാനം കയറുകയായിരുന്നു. ദോഹയിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിൽ ബംഗളൂരു വഴി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് സനുക്കുട്ടൻ നാട്ടിലുള്ള വീട്ടുകാരെ വിളിച്ചു അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് നാട്ടിലെത്തുന്ന സനുക്കുട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനായി സഹോദരനും അടുത്ത ബന്ധുക്കളും കൃത്യസമയത്ത് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നു. എന്നാൽ വിമാനം വന്നിറങ്ങിയിട്ടും സനുക്കുട്ടൻ പുറത്തേക്ക് വന്നില്ല. പരിഭ്രാന്തരായ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ലഭ്യമായില്ല. തുടർന്ന് ബന്ധുക്കൾ ബംഗളൂരു വിമാനത്താവള അധികൃതരുമായി നേരിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് സനുക്കുട്ടൻ അവിടെ വിമാനം ഇറങ്ങിയിട്ടുണ്ടെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബന്ധുക്കൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് തിരിക്കുകയും അവിടെയുള്ള മലയാളി അസോസിയേഷന്റെയും പോലീസിന്റെയും സഹായം തേടുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ ഊർജിതമായ തെരച്ചിലിലാണ് ബംഗളൂരുവിലെ ഒരു ലോഡ്ജ് മുറിയിൽ മലയാളി യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരമെത്തുന്നത്. ബന്ധുക്കളെത്തി പരിശോധിച്ചതോടെയാണ് മരിച്ചത് സനുക്കുട്ടനാണെന്ന് സ്ഥിരീകരിച്ചത്. ഹരീഷ്മയുടെ മൃതദേഹം ഇതിനോടകം തന്നെ മാവേലിക്കരയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 4 മാസം മാത്രം പിന്നിട്ട ഈ ദമ്പതിമാർക്കിടയിൽ കുടുംബപരമായോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടിലേക്ക് വരുന്നതിനിടെ സനുക്കുട്ടൻ എന്തിനാണ് നെടുമ്പാശ്ശേരിക്ക് വരാതെ ബംഗളൂരുവിൽ ഇറങ്ങി ലോഡ്ജിൽ മുറിയെടുത്തതെന്നും ഉള്ള കാര്യങ്ങളിൽ പോലീസിന് കടുത്ത സംശയമുണ്ട്. മരണത്തിലെ ദുരൂഹതകൾ നീക്കുന്നതിനായി സനുക്കുട്ടന്റെയും ഹരീഷ്മയുടെയും ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച പോലീസ് നിലവിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ അന്വേഷണവും ഫോൺ കോൾ റെക്കോർഡുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഭാര്യയും ഭർത്താവും 2 ദിവസത്തെ ഇടവേളയ്ക്കിടെ തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട ആശങ്ക അത് നിലനിൽക്കുക തന്നെയാണ്.